നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് തിയേറ്ററുകളിൽ വലിയ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടും കോടികൾ കളക്ഷൻ നേടിയ സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കേരള സ്റ്റോറി എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റോസ്റ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. പേര് കേരള സ്റ്റോറി എന്നാണെങ്കിലും ഈ സിനിമ കേരളത്തിൽ ഓടിയില്ല. കേരളത്തെ മോശമായി ചിത്രീകരിച്ചു എന്ന രീതിയിൽ പല പ്രശ്നങ്ങളും സിനിമയ്ക്കുണ്ടായിരുന്നു. ബിസിനസിന് വേണ്ടി റിയൽ ലൈഫ് എന്ന പേരിൽ പല ഫേക്ക് സ്റ്റോറീസ് സിനിമയിൽ ചേർത്തു. അങ്ങനെയും പല പ്രശ്നങ്ങളുണ്ടായി. 20 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. സിനിമ വേൾഡ് വൈഡായി 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് ടൈഗർ ഷെറൂഫ് നായകനായ ബോളിവുഡിൽ പുറത്തിറങ്ങിയ ബാഗി 3 എന്ന സിനിമ. ബാഗി 1 എന്ന സിനിമ ഒരു മികച്ച മാസ് മസാല സിനിമയായിരുന്നു. ഈ സിനിമയിൽ ചില വില്ലന്മാർ ചേർന്ന് ഗേൾ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോകും. തുടർന്ന് നടക്കുന്ന നായകന്റെ വൺമാൻ ഷോയാണ് ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ. ഒരു വൺമാൻ ആർമി. 37 കോടി ബഡ്ജറ്റിലെന്ന സിനിമ 130 കോടി കളക്ഷൻ നേടി. ശേഷം ബാഗി 2 ഇറക്കി. മകളെ തട്ടിക്കൊണ്ടുപോകുന്നതായിരുന്നു ബാഗി 2-ന്റെ സ്റ്റോറി ലൈൻ. 59 കോടി ബഡ്ജറ്റിലെന്ന സിനിമ 250 കോടി കളക്ഷൻ നേടി. ഇതിന്റെ വിജയത്തെ തുടർന്നാണ് ബാഗി 3 എന്ന സിനിമ ഇറക്കിയത്. ചേട്ടനെ തട്ടിക്കൊണ്ടുപോകുന്നതായിരുന്നു ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ. സിനിമയ്ക്ക് വലിയൊരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. 85 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും സിനിമ 135 കോടി കളക്ഷൻ നേടി. ഈ സിനിമയുടെ IMDb റേറ്റിംഗ് വെറും 2.5 ആണ്. ടൈഗർ ഷെറൂഫിന്റെ നെക്സ്റ്റ് മൂവി ബാഗി 4 സിനിമയാണ്. ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ ബാഗി 2 സിനിമ പോലെ മകളെ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു പുതിയ സ്റ്റോറി ലൈനിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. മറ്റൊരു റൂമറാണ് ഗ്രാൻഡ് ഫാ അഥവാ അപ്പൂപ്പനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ 2 സ്റ്റോറിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ സിനിമയിൽ 90% ചാൻസ്. ഇങ്ങനെയാണ് റൂമർ വരുന്നത്. അടുത്ത സിനിമയാണ് ഷാരൂഖ് ഖാന്റെ ദിൽവാലെ എന്ന സിനിമ. ദിൽവാലെ എന്ന സിനിമയ്ക്ക് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. 75 കോടിയായിരുന്നു ബഡ്ജറ്റ്. സിനിമ റിലീസായപ്പോൾ നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ഹൈപ്പിനൊത്ത സിനിമയായിരുന്നില്ല. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ 376 കോടി കളക്ഷൻ നേടി. ഷാരൂഖ് ഖാനും കാജോളും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചതുകൊണ്ട് അതിന്റെ ഹൈപ്പും സിനിമയ്ക്കുണ്ടായിരുന്നു. അടുത്ത സിനിമയാണ് സൽമാൻ ഖാന്റെ റേസ് എന്ന സിനിമ. റേസ് 3 എന്ന സിനിമ വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമയാണ്. 150 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. വലിയൊരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. വളരെ മോശം സ്ക്രിപ്റ്റ് ആയിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. സിനിമ ഒരു ഫ്ലോപ്പ് ആണെങ്കിലും സൽമാൻ ഖാന്റെ ഫാൻസ് പവർ കൊണ്ട് സിനിമ 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി. വരാൻ പോകുന്ന ബേബി ജോൺ എന്ന സിനിമയിൽ സൽമാൻ ഖാന്റെ ഒരു ക്യാമിയോ റോളുണ്ട്. ഇതുകൊണ്ടുകൂടിയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഹൈപ്പ് കയറിയത്. അടുത്ത സിനിമയാണ് രജനികാന്തിന്റെ അണ്ണാത്തെ എന്ന സിനിമ. കങ്കുവ സിനിമയുടെ ഡയറക്ടറായ ശിവ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പായിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 150 കോടി രൂപയായിരുന്നു. സിനിമ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. കൂടുതലും നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. സിനിമ ഫ്ലോപ്പ് ആണെങ്കിലും രജനികാന്തിന്റെ ഫാൻസ് പവർ കൊണ്ട് 240 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് മലയാളത്തിലെ ഒടിയൻ എന്ന സിനിമ. ഈ ഒരു സിനിമ അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ മുതൽ വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമയാണ്. ഇതിനുള്ള പ്രധാന കാരണം സിനിമയുടെ ഡയറക്ടറായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു സിനിമ ഒട്ടും ഹൈപ്പില്ലാതെ വന്നിരുന്നെങ്കിൽ വലിയൊരു വിജയമാകുമായിരുന്നു. എന്തൊക്കെയായാലും നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും 60 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് വിജയണ്ണന്റെ ബീസ്റ്റ് എന്ന സിനിമ. 150 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. ഈ ഒരു സിനിമ വളരെ നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. മാത്രവുമല്ല KGF സിനിമയുമായാണ് ക്ലാഷ് വെച്ചത്. എങ്കിലും വിജയണ്ണന്റെ ഫാൻ ബേസ് കൊണ്ട് സിനിമ 250 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ഈ ഒരു സിനിമ ഫ്ലോപ്പ് ആയതുകൊണ്ട് സൺ പിക്ചേഴ്സ് കമ്പനി ജയിലർ സിനിമയിൽ നിന്ന് ഡയറക്ടറായ നെൽസനെ മാറ്റാമെന്ന് വരെ തീരുമാനിച്ചതാണ്. രജനീകാന്ത് പറഞ്ഞത് കൊണ്ടായിരുന്നു നെൽസന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തത്. പിന്നീട് നടന്നത് ഒരു മാസ് കംബാക്ക് ആയിരുന്നു. തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 3ാമത്തെ സിനിമയായി ജയിലർ മാറി. അടുത്ത സിനിമയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ. വളരെ മികച്ചൊരു ക്ലാസിക് സിനിമയായ ഇന്ത്യൻ 1 എന്ന സിനിമയുടെ വർഷങ്ങൾക്ക് ശേഷം വന്ന സീക്വലായിരുന്നു ഇന്ത്യൻ 2. ഇതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഡയറക്ടറായിട്ടുള്ള ശങ്കറിന്റെ ഒരു മാസ് കംബാക്ക് ആയിരുന്നു ഈ ഒരു സിനിമയിലൂടെ എല്ലാവരും പ്രതീക്ഷിച്ചത്. സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ശങ്കർ നേരെ എയറിൽ പോയി. പിന്നീട് സിനിമ റിലീസായപ്പോൾ എയറിലാക്കി സ്പേസ് വരെ എത്തി. 300 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. 2 സിനിമയുടെ ബഡ്ജറ്റാണ്. ഇന്ത്യൻ 3 വരുന്നുണ്ട്. വലിയൊരു നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും സിനിമ 150 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അതായത് ബഡ്ജറ്റ് തിരിച്ചു കിട്ടി. അടുത്ത സിനിമയാണ് വിജയണ്ണന്റെ വാരിസ് എന്ന സിനിമ. 200 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. ഈ ഒരു സിനിമയ്ക്കും നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു.
പക്ഷെ സിനിമ 300 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് രജനീകാന്തിന്റെ കാല എന്ന സിനിമ. ഈ ഒരു സിനിമയ്ക്കും വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല. 140 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും സിനിമ 170 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് സൽമാൻ ഖാന്റെ കിസി കാ ഭായ് കിസി കിസി ജാൻ എന്ന സിനിമ. ഈ ഒരു സിനിമ തമിഴിലെ അജിത്ത് നായകനായ വീരം എന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. വീരം എന്ന സിനിമ 45 കോടി ബഡ്ജറ്റിൽ വന്ന് 130 കോടിക്കടുത്ത് കളക്ഷൻ നേടിയ സിനിമയാണ്. ഹിന്ദി റീമേക്കിലേക്ക് വന്നപ്പോൾ ബോളിവുഡിന്റേതായ പല മാറ്റങ്ങൾ വരുത്തി. വീരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ന്യൂജൻ റീമേക്ക് ആയിരുന്നു. സിനിമ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. എങ്കിലും 125 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 175 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് സൽമാൻ ഖാന്റെ തന്നെ ഭാരത് എന്ന സിനിമ. സിനിമയുടെ ബഡ്ജറ്റ് 100 കോടിയായിരുന്നു. ഈ ഒരു സിനിമയും പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും സിനിമ 325 കോടി കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് സൽമാൻ ഖാന്റെ തന്നെ ദബംഗ് 3 എന്ന സിനിമ. പ്രഭുദേവയായിരുന്നു ഡയറക്ടർ. 100 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. ഈ ഒരു സിനിമയും വലിയൊരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും സിനിമ 230 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് രജനീകാന്തിന്റെ കബാലി എന്ന സിനിമ. വെറും ഒരു ട്രെയിലർ കൊണ്ട് ഇന്ത്യ മുഴുവൻ ട്രെൻഡാക്കിയ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ ട്രെയിലർ ആയിരുന്നു കബാലി സിനിമയുടെ ട്രെയിലർ. ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പായിരുന്നു. പക്ഷെ സിനിമ റിലീസായപ്പോൾ ട്രെയിലറിൽ കണ്ടതെല്ലാം സിനിമയിലുള്ളത്. സ്റ്റാർട്ടിംഗ് എല്ലാം വളരെ മാസായിരുന്നു. മാസ് ഇൻട്രോ സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് സിനിമ സ്ലോ ആയി. കബാലി എന്ന ക്യാരക്ടറിന്റെ മകളെ കൂടുതലായി ഫോക്കസ് ചെയ്തു. സ്ക്രിപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയൊരു വിജയം നേടേണ്ട സിനിമയായിരുന്നു. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും സിനിമ 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് അക്ഷയ് കുമാറിന്റെ ഹൗസ്ഫുൾ 4 എന്ന സിനിമ. ഹൗസ്ഫുൾ സീരീസിലെ ആദ്യ സിനിമകളെല്ലാം വലിയ വിജയം നേടിയ സിനിമകളാണ്. ഹൗസ്ഫുൾ 4 എന്ന സിനിമ വളരെ മോശം സ്ക്രിപ്റ്റ് ആയിരുന്നു. പല കോമഡി സീനുകളും വർക്കൗട്ട് ആയില്ല. 75 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ 200 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ വിജയണ്ണന്റെ ഗോട്ട് എന്ന സിനിമ. ഈ ഒരു സിനിമയ്ക്കും വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലെ ഹോളിവുഡിൽ പുറത്തിറങ്ങിയ വിൽ സ്മിത്തിന്റെ ജെമിനി മാൻ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ജെമിനി മാൻ എന്ന സിനിമ ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിലും ഡി-ഏജിങ് വർക്കെല്ലാം വളരെ മികച്ചതായിരുന്നു. എന്നാൽ ഗോട്ട് സിനിമയിലേക്ക് വന്നപ്പോൾ ഗോട്ട് സിനിമയുടെ ഡി-ഏജിങ് വർക്ക് തന്നെ സോങ് റിലീസായപ്പോൾ മുതൽ എയറിലായിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 400 കോടിയായിരുന്നു. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ 450 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് 2.0 എന്ന സിനിമ. എന്തിരൻ എന്ന വലിയൊരു വിജയം നേടിയ പാൻ ഇന്ത്യൻ സിനിമയുടെ വർഷങ്ങൾക്ക് ശേഷം വന്ന സീക്വലായിരുന്നു 2.0. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പ്രധാന കാരണം സ്ക്രിപ്റ്റ് ആണ്. ഒരു റോബോട്ടിന് വില്ലനായി പക്ഷിരാജൻ എന്ന ഗോസ്റ്റ് ക്യാരക്ടറെ കൊണ്ടുവന്നത് സിനിമയ്ക്ക് ഒട്ടും തന്നെ മാച്ചായില്ല. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും 570 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 800 കോടിക്കടുത്ത് കളക്ഷൻ നേടി. തമിഴിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ നമ്പർ 1 സിനിമയാണ്. നെഗറ്റീവ് റെസ്പോൺസിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമകൾ 3 പേരുടെ പേരിലാണ്. ആ 3 പേരാണ് രജനീകാന്ത്, സൽമാൻ ഖാൻ, വിജയണ്ണൻ.